ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഇല്ലാതെ, അതായത് നിങ്ങൾ തമ്മിൽ ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് മിണ്ടുന്നുണ്ടായിരിക്കാം എന്ന ഒരു വഴിപാട് പോലെ എന്നൊക്കെ പറയുന്നത് പോലെ പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറുകയാണ് എന്നൊരു തോന്നൽ നിങ്ങളുടെ പേഴ്സണ് വരികയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിക്ക് ഏത് രീതിയിലായിരിക്കും അത് ബാധിക്കുക? അവർക്ക് അത് ഏതെങ്കിലും രീതിയിൽ എഫക്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടോ? അവരുടെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും രീതിയിൽ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്, നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കുക. അവരുടെ ഫേസ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നല്ല മൊമെന്റ്സ്, അതുപോലെ അവരുടെ പേര് ഇതെല്ലാം മൈൻഡിലേക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സന്റെ എനർജി നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് റെസനേറ്റ് ആകുന്നതും. ഓക്കെ. അപ്പോൾ പോസിറ്റീവ് ആയിട്ട് മാത്രം തിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ആയിട്ട് കണക്ട് ആവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ഫീലിങ്സ്, അവരുടെ ഒരു ആക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവരെ കുറിച്ചിട്ട് പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. സെവൻ ഓഫ് വോൺസ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. ഫൈവ് ഓഫ് കപ്സ്, ത്രീ ഓഫ് കപ്സ്, ജസ്റ്റിസ്, ടെൻ ഓഫ് വോൺസ്, ടെൻ ഓഫ് പെൻഡക്കിൾസ്, സെവൻ ഓഫ് പെൻഡക്കിൾസ്, the world, ten of cups, the emperor, five of swords, knight of wands, two of pentacles, the hierophant, page of wands, the wheel of fortune, four of swords, three of wands. Okay. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വോൺസ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി ലെവൽ, കറന്റ് സിറ്റുവേഷൻ ഏത് രീതിയിലാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് അത് എത്രത്തോളം ആയിരിക്കും എഫക്ട് ചെയ്യുക എന്നുള്ളത് ഈ ഒരൊറ്റ സ്പ്രെഡിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്കൊരു വേദന തന്നെയാണ് എന്നുള്ളത് ഒറ്റ വാക്കിൽ പറയാനായിട്ട് സാധിക്കും. കാരണം നമുക്കിവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി പൂർണ്ണമായിട്ടും ഒരു വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ നോക്കാം അത് ഏതൊക്കെ രീതിയിലായിരിക്കും അവരിലേക്ക് വരിക എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു ഈഗോ ക്ലാഷിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ബന്ധം ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു എനർജി ഇല്ലാതെ ഒരു ഒഴുകുന്ന വെള്ളം പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം.
അപ്പൊ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നുമില്ല. നിങ്ങളുടെ പേഴ്സൺ പ്രത്യേകിച്ച് ഒരു ആക്ഷൻ എടുക്കണമില്ല. നിങ്ങൾ ഒരു പക്ഷേ ആദ്യ സമയങ്ങളിലൊക്കെ കുറെ അധികം ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇതിനൊന്ന് പാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അവരുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇല്ല, നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രം എഫേർട്ട് ഉണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മടുത്തു തുടങ്ങി കാണും. നിങ്ങളിത് ഒന്ന് ബാക്കിലേക്ക് പോകാം എന്നൊക്കെ തീരുമാനത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അപ്പൊ നിങ്ങൾ അങ്ങനെ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ സൈലന്റ് ആയിട്ട് പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിയെ എന്തെങ്കിലും രീതിയിൽ ബാധിക്കുമോ? അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഫീലിങ്സ് നിങ്ങളിലേക്ക് കിട്ടുമോ? അവർ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കുമോ എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് wands ആണ്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ആദ്യ സമയത്ത് പ്രത്യേകിച്ച് യാതൊരുവിധ ഒരു എന്താ പറയാ ഫീലിങ്സോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനോ ഒന്നും സാധ്യതയില്ല. അവർ എങ്ങനെയാണോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകുന്ന എനർജിയാണ് കാണുന്നത്. സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കുക, അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ആക്ഷനും എടുക്കാതിരിക്കുക. ആ ഒരു എനർജിയാണ് നമുക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. പക്ഷേ ആ ഒരു രീതിയിൽ ഇവരങ്ങനെ പുറമേ കാണിക്കാതിരിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പുകച്ചിൽ അനുഭവപ്പെടുക. കാരണം അവർക്കൊരു ഫീലിങ്സ് തോന്നുക നിങ്ങൾ വിട്ടു പോകുമോ കംപ്ലീറ്റ് ആയിട്ട്, എങ്കിലും അവരത് വിശ്വസിക്കാതിരിക്കുന്ന എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ വെറുതെ പറയുകയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പും ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിലെ കാര്യത്തിൽ മൂവ് ഓൺ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ വീണ്ടും തിരിച്ചു വന്ന് മിണ്ടുന്നൊക്കെ ഒരു രീതി ആയിരിക്കാം. നിങ്ങളായിട്ട് തന്നെ ആയിരിക്കാം പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്തും ഇങ്ങനെ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ആ ഒരു person എന്ന് പറയുന്നത് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ ഒരു ലോകത്തിൽ തന്നെ ഇരിക്കുന്ന എനർജിയാണ് കാണുന്നത്. എന്നാലും ഉള്ളുകൊണ്ട് അവർ ചിന്തിക്കും നിങ്ങൾ വിട്ടു പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ടും അവർ പക്ഷെ പുറത്തേക്ക് കാണിക്കാത്ത ഒരു എനർജി, ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും അവർ പോകുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു 2 ദിവസമോ 3 ദിവസമോ ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് മിണ്ടുന്ന വ്യക്തികളായിരിക്കും. എന്നിട്ടും നിങ്ങൾ വരാതെ ആയി തുടങ്ങുമ്പോൾ 5 of swords ആണ് നെക്സ്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ആ ഒരു പേഴ്സണ് ഒരു ചിന്തകൾ വന്നു തുടങ്ങും. നിങ്ങൾ ഇനി കംപ്ലീറ്റ്ലി വിട്ടു പോയോ എന്നുള്ള ചിന്തകൾ അവരുടെ ഉള്ളിലേക്ക് വരാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ആണ്. ഒരുപാട് ചിന്തിച്ചു കൂട്ടുക, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോയി തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാനായിട്ടും തുടങ്ങുന്ന എനർജി തന്നെ കാണുന്നത്. അങ്ങനെ ആ ഒരു മിസ് ചെയ്യാനായിട്ട് അവർക്ക് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്ട്, ഒരു സഡൻ കോണ്ടാക്ട് വരാനുള്ള സാധ്യതയുണ്ട്. സഡൻ കോണ്ടാക്ട് എന്ന് പറയുമ്പോഴേക്കും എത്രയും വേഗം തന്നെ നിങ്ങൾ അങ്ങോട്ടൊന്ന് വിളിക്കാൻ നോക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ അന്നേരവും നിങ്ങൾ കൂടുതലായിട്ട് പ്രതികരിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒന്ന് പെട്ടെന്ന് ഒന്ന് വിളിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതിലേക്ക് തന്നെ വരും, എന്നിട്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോകാം എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുക. പക്ഷേ നിങ്ങൾ എന്നിട്ടും ഇതിനകത്ത് കൂടുതലായിട്ട് ഒന്നും കാണിക്കുന്നില്ല, ഇല്ല ഞാൻ ഇനി ഇതിനകത്തേക്ക് ഇല്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും ബാക്കിലേക്ക് പോകുന്ന എനർജിയാണ്. അപ്പൊ അവർക്കൊരു വാശി, കാരണം ഇവിടെ കുറച്ച് ഈഗോയിസം ആയിട്ടുള്ള വ്യക്തികളെയാണ് കാണിക്കുന്നത്. കുറച്ച് സ്വാർത്ഥതയുള്ള പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളതാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അവരായിട്ട് എഫേർട്ട് എടുത്തിട്ട് അവരുടെ ആ ഒരു സ്വാർത്ഥതയൊക്കെ മാറ്റിയിട്ട് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് വൺസ് ശ്രമിച്ചിട്ടും എന്നിട്ടും നിങ്ങൾ വരുന്നില്ല എന്നൊരു തോന്നലൊക്കെ വരുമ്പോൾ 3 of cups ആണ്. അവർ അവരുടെ ഫ്രണ്ട്സ് ഫാമിലി അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് പോയിട്ട് നിങ്ങളുടെ മുന്നിൽ ഭയങ്കര ഹാപ്പി ആണ് എന്ന് കാണിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആ ഒരു രീതിയിലൊക്കെ അവർ നിങ്ങളെ കാണിക്കും. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങളായിട്ട് വരട്ടെ എന്നൊരു ചിന്തയിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ എന്നിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്നിട്ടും നിങ്ങളൊന്നും ഇതിനകത്തേക്ക് പ്രതികരിക്കുന്നില്ല, നിങ്ങൾ പോവുക തന്നെയാണ് എന്നൊരു ചിന്ത. അങ്ങനെ വരുമ്പോഴാണ്, അതായത് ഒറ്റ പ്രാവശ്യത്തിൽ ആ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കുറച്ചൊന്ന് അവർ ട്രൈ ചെയ്തിട്ട് ചിലപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നിട്ട് നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്കൊരു ന്യായം, ഒരു നീതി വേണം നിങ്ങൾക്ക്. വെറുതെ വന്നിട്ട് മിണ്ടിയിട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ബിംബം പോലെ ഇരുത്തി മുന്നോട്ടേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെതായ രീതിക്ക് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗിയുള്ളത്. അപ്പൊ ആ ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും പോയിട്ട് അവരുടെ ഒരു വാശിക്ക് അവരുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഹാപ്പി ആണ് എന്നുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഉള്ളിന്റെ ഉള്ളു കൊണ്ടിട്ട് ആ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും വേദനകളുണ്ട്. അവരെന്തൊക്കെ പുറമേ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും അവർക്കൊരു ഉള്ളിലൊരു വേദനയുണ്ട്. നിങ്ങൾ ഇതൊക്കെ കാണുമ്പോഴെങ്കിലും നിങ്ങളായിട്ട് തന്നെ അവരുടെ അടുത്തേക്ക് വന്നേക്കും എന്നൊരു ചിന്തയിലായിരിക്കും അവർ മുന്നോട്ടേക്ക് പോവുക. എന്നിട്ടും നിങ്ങളൊരു ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും എടുക്കുന്നില്ല അല്ലെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നൊരു ചിന്ത ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സന്റെ യഥാർത്ഥമായിട്ട് മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നത്. കാരണം 10 of wands നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ജസ്റ്റിസും കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കുമാണ് അവർ നിങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് മിസ് ചെയ്യാനായിട്ട് പോകുന്നത്.
അവർക്ക് തന്നെ സ്വയം തോന്നി തുടങ്ങും ഒറ്റപ്പെട്ടു പോയി എന്നൊരു ചിന്ത. അതോടൊപ്പം തന്നെ ഒരുപാട് വേദനകൾ ഒറ്റയ്ക്ക് ചുമക്കുന്ന ഒരു അവസ്ഥ. അവരവരുടെ ചിലപ്പോൾ ദേഷ്യവും കാര്യങ്ങളും നിങ്ങളെ എപ്പോഴും അവരെ ഇറിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ ഒരു കെയറിങ് ആഗ്രഹിച്ചിട്ട് അവരെ എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്യുന്ന ഒരു രീതി അവർ ആ ഒരു ടൈമിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ഒരു ശല്യമാണ് എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷെ നിങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു പരാതിയോ പരിഭവമോ ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്ന ആ ഒരു ടൈം ഓഫ് പീരീഡിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഒരു വാല്യൂ തിരിച്ചറിയാനായിട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് ഒറ്റയ്ക്ക് ആ ഒരു വേദന താങ്ങാനായിട്ട് പറ്റുന്നില്ല. എത്രയും വേഗം ഇതിനൊരു പരിവർത്തനം പൂർണ്ണമായിട്ടും സംഭവിക്കണമെന്നും നിങ്ങൾക്കൊരു നീതി തരണമെന്നും അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലേക്ക് എത്തും. അപ്പൊ അവരുടെ കൂടെയുള്ള ഈ ഫ്രണ്ട്സിന്റെ കൂടെ പോകാനോ അവരുടെ ഫാമിലി ആയിട്ട് മുന്നോട്ടേക്കുള്ള ലൈഫ് സ്പെൻഡ് ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കാതെ തീർത്തും ഏകനായിട്ട് അല്ലെങ്കിൽ ഏകയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. എത്രയും വേഗം ഒരു മാറ്റം അവിടെ നിന്നെല്ലാം വിട്ടുപോയിട്ട് നിങ്ങൾക്കൊരു നീതി തന്നുകൊണ്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സന്തോഷം കൊണ്ടുവരണം. 10 ഓഫ് പെന്റക്കിൾസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു ഫാമിലി കാർഡാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫോ ലവേഴ്സോ എന്തും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ബന്ധം അത്രത്തോളം മനോഹരമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമാണ് നിങ്ങളുടേത്. അതിനാണ് ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് പ്രശ്നം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കൊരു നീതി തന്നിട്ട് ആ ഒരു പഴയ രീതിയിലുള്ള സന്തോഷകരമായ കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങളെ വേണമെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ആഗ്രഹം മാത്രമല്ല അതിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് ഇടാനായിട്ടാണ് അവരുടെ തീരുമാനം. 7 ഓഫ് പെന്റക്കിൾസ് ആണ്. അവരുടെ ഭാഗത്ത് നിന്ന് അവർ എന്തൊക്കെയാണോ ഈ ഒരു ചെടി നട്ട് വളർത്തി അതിനകത്ത് പൂക്കൾ വിരിക്കാനായിട്ട് ഒരു ചെടി നട്ട് വളർത്തിയിട്ട് അതിനകത്ത് ഒരു പൂക്കൾ ഉണ്ടാവാൻ എന്തൊക്കെ കെയർ ആണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അതായത് ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ബന്ധത്തിനെ ഏറ്റവും ദൃഢതയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്ത അവരിൽ വന്നു തുടങ്ങും. അങ്ങനെ വന്നു തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് വറ്റി വരണ്ട് കിടന്നിരുന്ന ഈ ഒരു വരണ്ട ഭൂമിയിൽ നിന്ന് അവരായിട്ട് തന്നെ ആ ഒരു വെള്ളവും വളവും എല്ലാം ഇട്ടിട്ട് അതായത് നിങ്ങൾക്ക് വേണ്ട കെയറിങ്ങും സ്നേഹങ്ങളും എല്ലാം തന്നെ അവരിട്ടിട്ട് ആ ഒരു നീതിപൂർവമായിട്ട് തന്നെ ഇതിനകത്ത് പെരുമാറി അതിനകത്ത് ഒരു വളർച്ച കൈവരിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും അവരുടെ ആ ഒരു ഈഗോയിസം കാര്യങ്ങൾ എല്ലാം തന്നെ അവർ മാറ്റി വെക്കുന്ന ഒരു എനർജി തന്നെ കാണിക്കുന്നത്. കാരണം 5 ഓഫ് കപ്സ് ആണ് നെക്സ്റ്റ് ഇവിടെ കാണിക്കുന്നത്. അവർക്ക് അത്രത്തോളം അവരുടെ കൂടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവരുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഇനി എന്ത് സിറ്റുവേഷനും ആയിക്കൊള്ളട്ടെ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പകരം അതൊന്നും ആകില്ല എന്നൊരു ചിന്തയാണ്. നിങ്ങൾ എന്ന് പറയുന്ന ഒരു കപ്പ് നിറയെ സ്നേഹവുമായിട്ട് ഇവിടെ ഇരിക്കുന്നത് അവർ തിരിച്ചറിയുന്ന ഒരു സമയമായിരിക്കും അത്. അപ്പൊ അവരുടെ മുന്നിലേക്ക് എത്ര കപ്പിൽ സ്നേഹം വന്നാലും അവർ ആ കാലുകൊണ്ട് അതിനെയെല്ലാം തൊഴിച്ചു മാറ്റുകയാണ് അല്ലെങ്കിൽ തട്ടിക്കളയുകയാണ്. അതൊന്നുമല്ല അവരുടെ ആവശ്യം. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സ്നേഹം ആ ഒരു വൈകാരികപരമായിട്ടുള്ള എനർജിയാണ്. നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി ലൈഫ് again നമുക്കൊരു 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സുകൊണ്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അത് അവർ തിരിച്ചറിയാനായിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ ഒരു ആക്ഷൻ ഈ റിലേഷൻഷിപ്പിൽ അത്യാവശ്യ ഘടകമായി വന്നേക്കാം. അപ്പോഴേക്കും ആണ് സ്വന്തം ഒരു സ്വാർത്ഥത അല്ലെങ്കിൽ ആ ഒരു സെൽഫിഷ്നെസ് എനർജി ഞാൻ എന്ന ഭാവം ഇതെല്ലാം അവർ വിട്ട് പുറത്തേക്ക് വരിക. അവരുടെ ആ ഒരു ഞാൻ എന്ന ഭാവം എല്ലാം വിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഘടന കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കും. അവരായിട്ട് തന്നെ എഫേർട്ട് എടുത്തിട്ട് ഇതിനകത്തൊരു ഘടന കൊണ്ടുവന്ന് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ തന്നെ ശ്രമിക്കാനുള്ള സാധ്യതകളുണ്ട്. നെക്സ്റ്റ് നമുക്ക് നൈറ്റ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ കാർഡാണ്. അതിലൊരു വിജയമാണ്. അവർ എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം അവർ ശ്രമിച്ചു നിങ്ങൾ നടന്നില്ല പക്ഷെ അവർ വീണ്ടും ഹാപ്പി ആയിട്ട് നടന്നു. അങ്ങനെ കുറെ തിരിച്ചറിവുകളൊക്കെ വരുമ്പോഴേക്കും പിന്നീട് അവർ നിങ്ങളെ നിരന്തരമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ രീതിയിലാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറേണ്ടത് അതിപ്പോ സോറി രൂപത്തിലാണെങ്കിലും നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നൽകി നിങ്ങൾക്ക് അർഹമായ ഒരു കെയറിങ് നൽകി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു ഘടന വരുത്തിയിട്ട് അതിലൊരു സന്തോഷവും സമൃദ്ധിയും എല്ലാം തന്നെ വേൾഡ് എനർജിയാണ്. എല്ലാവിധ സന്തോഷവും സമൃദ്ധിയും അവരാൽ കഴിയുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റാവുന്നതിലപ്പുറം അതായത് അവർ കുറച്ച് ഈഗോയിസം ഉള്ള പേഴ്സൺ ആണ്. ഒരുപാട് എക്സ്പ്രസീവ് ആയിരിക്കില്ല. ലവ് കെയറിങ് ഒക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് അവർ എഫേർട്ട് എടുത്ത് ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അല്ലെങ്കിൽ കൂടുതലായിട്ട് പഠിച്ചിട്ട് അവർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത്രത്തോളം അവർ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എഫേർട്ട് എടുക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണിക്കുന്നത്. കാരണം അവർക്കൊരു റിഗ്രറ്റ് ഫീൽ വരും. നിങ്ങളെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അവർക്ക് ആ ഒരു സ്നേഹത്തിന്റെയും നിങ്ങൾ കൊടുത്ത ആ ഒരു കെയറിങ്ങിന്റെയും ഒക്കെ വാല്യൂ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സത്യങ്ങൾ അവരുടെ മുമ്പിലേക്ക് റിവീൽ ആവുന്നത് സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. കാരണം കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളൊന്നും അവർക്ക് വേണ്ട അല്ലെങ്കിൽ ഇവർക്കെല്ലാം ഉള്ളപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുക ഇവരുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന വ്യക്തികളായിരിക്കും ഇവരുടെ കൂടെ ഉള്ളത്.
നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മാറിയ സമയത്ത് നിങ്ങളൊന്ന് ഈ ഒരു പേഴ്സൺ ഒന്ന് ഡെസ്പ് ആകുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഫ്രണ്ട്സ് കാര്യങ്ങളോ ഒന്നും തന്നെ അവരുടെ കൂടെ കുറച്ച് ദിവസം നിന്നിട്ടുണ്ടായിരിക്കാം, പിന്നീട് അവരിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കെയറിങ്ങും ആ ഒരു സ്നേഹത്തിന്റെ തീവ്രതയും എല്ലാം മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ആ ഒരു മനസ്സിലാക്കലാണ് അവർ ആ ഒരു ഗിൽറ്റ് ഫീലിംഗിലേക്ക് എത്തിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരു വട്ടം പോലും ഇവരൊന്നും അപ്രീഷിയേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ചെയ്യുന്ന നല്ല വശങ്ങളൊക്കെ ഇവര് എന്നൊക്കെ പറഞ്ഞ് മൂളി വിടുന്നതല്ലാതെ നിങ്ങളെ ഒന്ന് വിഷ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പുകഴ്ത്തുക എന്നുള്ളതല്ല, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, ഒന്ന് പ്രശംസിക്കാനൊന്നും ഇവര് താല്പര്യം കാണിക്കാത്ത വ്യക്തികളായിരിക്കും. പക്ഷെ നിങ്ങൾ മാറി നിൽക്കുന്ന ടൈമിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഇവർക്ക് മിസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് അവരെ സന്തോഷിപ്പിക്കാൻ നോക്കിയിരുന്നതും അവരെ നിങ്ങളുടെ ആ ഒരു തിരക്കുള്ള സമയത്തും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ആ ഒരു സമയം അത് എത്രത്തോളം valuable ആയിരുന്നു എന്നുള്ളതും നിങ്ങളുടെ person മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് മനസ്സിലാകും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ അവരുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും റീപ്ലേസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയില്ല. കാരണം അവരുടെ ലൈഫിൽ അവരുടെ പാർട്ട്ണർ ആയിട്ട് അവർ കണ്ടിരുന്ന അവരുടെ മനസ്സിലുള്ള ആ ഒരു രീതികളെല്ലാം തികഞ്ഞ ഒരു വ്യക്തി തന്നെയായിരിക്കും നിങ്ങൾ. അത് അവർ തിരിച്ചറിയുന്ന നിമിഷമാണ് അവർ ആ ഒരു നീതി നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം അവർ ആ ഒരു ദുഃഖഭാരം നഷ്ടപ്പെട്ടു പോകുവാണല്ലോ എന്നൊരു ചിന്തയും അവർക്ക് വന്നു തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ person എന്ന് പറയുന്നത് അവരുടെ ഈഗോയും കാര്യങ്ങളും മാറ്റി വെക്കുകയുള്ളൂ. അങ്ങനെ അവർ മാറ്റി വെക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ സ്നേഹം അവർ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാ എഫേർട്ടും എടുത്തിട്ട് നിങ്ങളെ നിരന്തരമായിട്ട് കോൺടാക്ട് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് വന്ന് കാണാൻ ശ്രമിക്കാനും നിങ്ങളുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താനും അവരുടെ ഭാഗങ്ങളെല്ലാം അവർ നിങ്ങളുടെ അടുത്ത് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന എനർജിയാണ്. കാരണം അവർക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ജഡ്ജ്മെന്റ് ആവശ്യം തന്നെയാണ്. കാരണം തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുമ്പോഴേക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് മനസ്സിലാകുന്ന ഒരു എനർജിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ അവർ കൂടെ ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഒറ്റപ്പെട്ടാണല്ലോ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരേണ്ട കെയറിങ്ങും കാര്യങ്ങളും അവർ ഈ ഒരു ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റു പല സിറ്റുവേഷൻസ് ഉള്ള വ്യക്തികളും ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്നേഹം നിങ്ങൾക്ക് പകരം ആ ഒരു തേർഡ് സിറ്റുവേഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അതിനൊക്കെ ഒരു റിഗ്രറ്റ് വരും. ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു അതായത് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ, വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് പോയിക്കൊണ്ടിരുന്ന ബന്ധമായിരുന്നു എന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഇവർക്ക് ഈ ഒരു മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇവരുടെ ചിന്താഗതികൾക്ക് പോലും പെട്ടെന്നൊരു മാറ്റം സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും. ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കും. ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും അത്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ പീരീഡ് ആയിരിക്കും ഇവർക്ക്. സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്ന ആ ഒരു ടൈം ആയിരിക്കും ഇവരുടെ ആ ഒരു ലൈഫിൽ അവരുടെ ഒരു ഹീലിംഗ് ടൈം ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് തീർക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർക്ക് ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വന്തം മിസ്റ്റേക്സ് കാര്യങ്ങളെല്ലാം അവർ തിരിച്ചറിയുന്ന ഒരു നിമിഷം വരും. ആ ഒരു മിസ്റ്റേക്സും കാര്യങ്ങളും എല്ലാം തന്നെ അവർ തിരുത്താനും അതിലൂടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും അവർ ശ്രമിക്കുന്നതാണ്. ഇതുവരെ നിങ്ങൾ അവരുടെ പുറകെ അവരെ ചേസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണെങ്കിലും ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് ആ ഒരു person നിങ്ങളെ ചേസ് ചെയ്ത് വരാനുള്ള സാധ്യതകളുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ട് അതിലൂടെ അവർ നിങ്ങളുടെ പുറകെ നിങ്ങളുടെ ഓരോരോ മൂവ്മെന്റ്സ് കാര്യങ്ങൾ നിങ്ങൾ വിട്ടു പോവാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പുറകെ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിൽ പോലും അത്രയും പാഷനേറ്റ് ആയിട്ട് തന്നെ നിങ്ങളെ കണ്ട് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് അവരിൽ വന്നിട്ട് അവർ നിങ്ങളുടെ പുറകെ ചേസ് ചെയ്ത് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കാരണം അവർക്ക് നിങ്ങളുടെ ആ ഒരു നല്ല മൊമെന്റ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യേണ്ടി വന്നിട്ടുള്ള, എൻജോയ് ചെയ്ത് എന്നുള്ളതല്ല, എൻജോയ് ചെയ്യേണ്ടി വന്നിട്ടുള്ള. കാരണം ഈ ഒരു person നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാനായിട്ടൊന്നും ഉണ്ടാവില്ല. ഇവർ കൂടെ വന്നിരിക്കുക അല്ലാതെ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആദ്യകാലങ്ങളിൽ വളരെ മനോഹരമായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് കുറെ പ്രശ്നങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ പോലും നിങ്ങൾ ഇവർക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ട് ആ ഒരു സന്തോഷം അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിച്ചതൊക്കെ അവർക്ക് അവരുടെ മനസ്സിലേക്ക് ഓർമ്മകളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഓർമ്മകളായിട്ട് അവരിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് ആ ഒരു വിഷമം, ആ ഒരു ചിന്തകൾ, ഒരു ഓവർ തിങ്കിങ് അതിലൊക്കെ ഒരു മാറ്റം വേണമെന്ന്, അതായത് ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ്. അവർ ആ ഒരു അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ person വരാനുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട്. അതിലൂടെയാണ് അവർക്ക് ആ ഒരു ഗിൽറ്റി ഫീൽ വരുന്നത്. എന്ത് റിസ്ക് എടുത്തിട്ട് ആ ഒരു കോൺവെർസേഷൻ ആണ് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നും അതിലൂടെ നിങ്ങളോട് സംസാരിക്കണമെന്നും നിങ്ങളുടെ സൗണ്ട് ഒന്ന് കേൾക്കണമെന്നും അതുപോലെ തന്നെ നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യിക്കണം. സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്ന് പറയുമ്പോഴേക്കും അവരാൽ കഴിയുന്ന രീതിയിൽ, നമ്മൾ പറഞ്ഞ പോലെ സെവൻ ഓഫ് പെന്റക്കിൾസ് ആണ്, അവരാൽ കഴിയുന്ന രീതിയിൽ എല്ലാവിധ എഫേർട്ടും എടുത്തിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം, ആ ഒരു രീതിയിലേക്ക് അവർ പോകും.
അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്, ഒരുപാട് വേദനകൾ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്നൊന്നും ഇങ്ങോട്ടേക്ക്, ഇപ്പൊ നിങ്ങളിപ്പോ അത്രത്തോളം വേദനകൾ അനുഭവിച്ച വ്യക്തികൾക്ക് മാത്രമാണ് അതിന്റെ ഒരു ഡെപ്ത് അറിയുള്ളൂ. അപ്പൊ നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങൾ എത്രത്തോളം വേദനകളാണ് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അനുഭവിച്ചിരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു പേഴ്സൺ എത്രയൊക്കെ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ പെട്ടെന്നൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു മാറ്റങ്ങൾ ചിലപ്പോൾ വരണമെന്നില്ല, അല്ലേ? അപ്പൊ ആ ഒരു രീതിയിലാണ് എങ്കിൽ പോലും, പക്ഷെ നിങ്ങൾ അപ്പോഴും നിങ്ങളുടെ ആ ഒരു സ്നേഹം, ഇവരോടുള്ള സ്നേഹം എവിടെയെങ്കിലും മനസ്സിൽ തീർച്ചയായിട്ടും സൂക്ഷിച്ചിരിക്കുന്ന വ്യക്തികൾ തന്നെയായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇവരിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോകണം എന്നൊരു ആഗ്രഹം ആയിരിക്കില്ല ചിലപ്പോൾ. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ആ ഒരു സാഹചര്യം കൊണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു വേദന താങ്ങാൻ വയ്യാതെ മാറാനായിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും എല്ലാം കൂടെ വരുന്നതിന്റെ ഭാഗമായിട്ട് ഇവരൊന്ന് സ്റ്റക്ക് ആവാനുള്ള എനർജിയും കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. പക്ഷേ അങ്ങനെ സ്റ്റക്ക് ആയി അവരവിടെ ഇരിക്കാനുള്ള സാധ്യതയില്ല. ഒരു നിമിഷം അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം ഇവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് പോയാലും ഉടനെ തന്നെ ത്രീ ഓഫ് വാൻസ് ആണ് അതേ ആ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ട് നിങ്ങളെ തിരിച്ച് ഈ ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് വരുന്ന എനർജി തന്നെ കാണുന്നത്. എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും. ഈ ഒരു സൈഡിൽ ആ ഒരു പേഴ്സൺ ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു പുഴ കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ്. നിങ്ങളിലേക്ക് വരാനുള്ള ഒരു യാത്ര ആ ഒരു എല്ലാവിധ വെളിച്ചവുമായിട്ട്, അതായത് എല്ലാവിധ വെളിച്ചം എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാവിധ എനർജീസ് ആണെന്നുണ്ടെങ്കിലും അവരെടുക്കുന്ന ആ ഒരു എഫേർട്ട് ആണെന്നുണ്ടെങ്കിലും എല്ലാ രീതിക്കും എടുത്തിട്ട് ഈ റിലേഷൻഷിപ്പിനെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്തിക്കാനായിട്ട്, നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഫോർ ഓഫ് വാൻസ് ആണ്. ഇതിലൊരു കമ്മിറ്റ്മെന്റ് കൊണ്ടുവരാനായിട്ട്, അതായത് ഒരു സെലിബ്രേഷൻ ആണ്. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, നിങ്ങളിപ്പോ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിനൊരു കമ്മിറ്റ്മെന്റിലേക്ക് എത്തിക്കാനായിട്ട്. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു വിവാഹം, ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു കാര്യങ്ങൾ, ഒരു സെലിബ്രേഷൻ ഇതിനകത്തേക്ക് വേണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ അവർ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അവരുടെ ലൈഫിൽ എന്തൊക്കെ സിറ്റുവേഷൻസ്, ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകവേ ഇവർ നിങ്ങളുമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന തടസ്സങ്ങൾ, ഇവരുടെ ജോലി, ഇവർക്ക് മീറ്റിംഗ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇവർക്ക് തിരക്കാണ്, ഇവർക്ക് നിങ്ങളുടെ കൂടെ പുറത്തു വരാൻ സമയമില്ല അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞ വ്യക്തികളാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ എന്ത് തടസ്സങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടെങ്കിലും അതിനെല്ലാം എസ്കേപ്പ് ചെയ്തിട്ട് ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ സമയം ചെലവഴിക്കാനുള്ള ഒരു ഇത് കണ്ടെത്തും. അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോലും അവർ മാറാനുള്ള സാധ്യതയുള്ളത്. കാരണം അവർക്ക് ഒരിക്കലും നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. കാരണം നിങ്ങളാണ് അവരുടെ ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് പാത്തിന്റെ ആ ഒരു പർപ്പസ്. നിങ്ങളുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ ഒരു പർപ്പസ് എന്നുള്ളത് അവർ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുമ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കണക്ഷൻ വേണം എന്നുള്ളത് അവർ തീരുമാനിക്കും. ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരൊന്ന് ബാക്കിലേക്കാണ് നിന്നിരുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളാണ് മുൻപന്തിയിൽ നടന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് അവരായിട്ട് തന്നെ എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് മുന്നേ തന്നെ ഈ ബന്ധത്തിനെ നന്നാക്കാനായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്കായിട്ടൊരു സ്പേസ് കണ്ടെത്തിയിട്ട്, നിങ്ങൾക്കായിട്ടൊരു ടൈം കണ്ടെത്തിയിട്ട് അവരായിട്ട് വരുത്തി വെച്ച എല്ലാവിധ ഡാമേജസും കാര്യങ്ങളും എല്ലാം തന്നെ പാച്ചപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കി നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരിക. അത് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം. അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയായിരിക്കും ആ ഒരു പേഴ്സൺ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനായിട്ട് പോകുന്നത്. അന്നേരം അവരുടെ ലൈഫിൽ അവർക്ക് ഒരു ഈഗോയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് ചേസ് ചെയ്ത് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് തയ്യാറെടുത്ത് അവർ വരുന്നതാണ് എന്നൊരു എനർജി നമുക്ക് കാണുന്നത്. കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു ബ്രോക്കൺ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അവർക്കൊരു റീയൂണിയൻ വേണമെന്ന് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കും. അവരാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാവിധ ക്ഷമാപണങ്ങളും നിങ്ങളിലേക്ക് നടത്തിയിട്ട് ഒരു പുതിയ ചാപ്റ്റർ നിങ്ങളുമായിട്ട് തുടങ്ങാൻ അല്ലെങ്കിൽ തുടങ്ങിയിട്ട് വളരെയധികം അണ്ടർസ്റ്റാൻഡോട് കൂടി ആ ഒരു സോൾ കോൺട്രാക്ട് നിങ്ങളുമായിട്ട് ഉറപ്പിച്ചിട്ട് നിങ്ങളുടെ ആബ്സെൻസ് ഒട്ടും തന്നെ താങ്ങാനാവാതെ മുന്നോട്ടേക്ക് ഇതിനെ ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്ത് അവർ വരുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടൊരു സ്പ്രെഡ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മൾ ലൈവായിട്ട് തന്നെ എടുത്ത കാർഡ്സ് ആണ്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ, ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു മൂവ് ഓൺ ഒക്കെ ചെയ്യാൻ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഈഗോസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഒരുപാട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തികളായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ടൈമോ കാര്യങ്ങളോ ഒന്നും ഇവർ തരാത്ത വ്യക്തികളായിരിക്കും. ഇവരുടെ ഒരു കരിയർ, ഇവരുടെ ഒരു ഫ്രണ്ട്സ്, ഗ്യാങ്, ആ ഒരു കാര്യങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വ്യക്തികളായിരിക്കും ഇവര്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തികളാണോ നിങ്ങളുടെ പാർട്ട്ണർ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജി ആയിരിക്കും നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന
കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയായിട്ട് അതിന് കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. R എന്നൊരു ലെറ്റർ ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. കൊല്ലം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. ഉത്രം എന്നൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. R again വന്നിട്ടുണ്ട്. കൊല്ലം again വന്നിട്ടുണ്ട്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരുന്നതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പൂരാടം എന്നൊരു സ്റ്റാർ, 1986, ജാനുവരി, സെപ്റ്റംബർ എന്നൊരു മന്ത്, A എന്നൊരു ലെറ്റർ, ജാനുവരി again വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കുറെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. വയനാട്, ചോതി, ബർത്ത് സ്റ്റാർ ആണ്, 31 എന്നൊരു നമ്പർ, M എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 44, നവംബർ, ട്രിവാൻഡ്രം, D എന്നൊരു ലെറ്റർ, 24, within 3 months, 40, V എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 10 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, 30 days എന്ന് വന്നിട്ടുണ്ട്, A എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, H വന്നിട്ടുണ്ട്, J വന്നിട്ടുണ്ട്, തൃശ്ശൂർ വന്നിട്ടുണ്ട്, ജൂലൈ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് 10 ഉം അതുപോലെ തന്നെ 30 ഡേയ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോ ഒരു മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാൻ പോകുന്ന നിങ്ങളുടെ പേഴ്സണ് വരാൻ പോകുന്ന ഒരു ഫീലിങ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് പറയുക. അപ്പൊ നമുക്ക് നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.